പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൃശ്ശൂരിൽ കൊടകരയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. അവിടെ 3 മനുഷ്യജീവനുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ JCB പരമാവധി അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ മാറ്റുകയാണ്. ഇന്ന് പുലർച്ചെ 6:10 കൂടിയാണ് തൃശ്ശൂർ കൊടകരയിലെ ഈ ഇരുനില വീട് തകർന്നു വീണത്. ഈ വീട്ടിൽ 17 പേരുണ്ടായിരുന്നു. എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. അവർ രാവിലെ പണിക്ക് പോകുന്നതിന് ഇറങ്ങുന്നതിനിടയിലാണ് കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത്. താഴെ നിലയിലുണ്ടായിരുന്ന 3 പേരാണ് ഇതിൽ അകപ്പെട്ടിരിക്കുന്നത്. മുർഷിദാബാദ് എന്ന സ്ഥലത്തു നിന്നുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഒരാളുടെ സഹോദരൻ ഇപ്പോൾ പുറത്തു നിൽക്കുന്നുണ്ട്. അയാളാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. നമുക്കൊപ്പം ജേസൺ ചമവളപ്പിൽ നമ്മുടെ വാർത്താ സംഘം അപകട സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ JCB ഉപയോഗിച്ച് SDRFിൻ്റെയും പോലീസിൻ്റെയും അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല, പക്ഷേ മാനം മൂടിക്കെട്ടി നിൽക്കുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് ആ മണ്ണ് ഇനി അല്പം കൂടിയുണ്ട്, അത് മാറ്റിയാൽ ആ 3 പേരെയും നമുക്ക് തിരികെ ജീവനോടെ എടുക്കാൻ സാധിക്കും. 17 പേരുണ്ടായിരുന്നു കെട്ടിടത്തിൽ. 3 പേരാണ് ഇപ്പോൾ ഇതിൽ കുടുങ്ങിയിരിക്കുന്നത്. ജേസൺ ചമവളപ്പിലുണ്ട്. ജേസൺ, ഇനി കുറച്ച് മണ്ണ് കൂടി മാത്രമേ മാറ്റാനുള്ളൂ. എനിക്ക് തോന്നുന്നു അല്പസമയത്തിനുള്ളിൽ നമുക്ക് അവരെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് രക്ഷാപ്രവർത്തകരുടെ പ്രതീക്ഷയെന്ന് തോന്നുന്നു. ഇപ്പോഴും കുറച്ച് സ്ലാബുകളൊക്കെ അവിടെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷേ സ്ലാബിനടിയിൽ അവരുണ്ടാവാം, ഒരുപക്ഷേ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല, അല്ലേ ജേസൺ? അരുൺകുമാർ, ഇപ്പോൾ അല്പഭാഗം കൂടി മാത്രമേ മാറ്റാനുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വലിയ ഒരു സ്ലാബാണ്. നേരത്തെ വിശദമായി കാണിച്ചിരുന്ന ആ സ്ലാബ്, ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ കയറി നിൽക്കുന്ന ആ സ്ലാബ് വലിയ സ്ലാബാണ്. അത് വലിയ സ്ലാബ് ഒന്നടങ്കം താഴേക്ക് പതിച്ചിരിക്കുകയാണ്. ആ പതിച്ച ഭാഗത്തെ മാത്രമാണ് ഇനി മണ്ണ് നീക്കാനുള്ളത്. ഒരു പക്ഷേ അതിന് സമീപത്തായിരിക്കണം ഈ 3 പേരും ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കൂട്ടുന്നത്. അവിടേക്ക് ആ വലിയ സ്ലാബ് പൊളിച്ച് മാറ്റേണ്ട അവസ്ഥയുണ്ട്. ഇല്ലാതെ ആ സ്ലാബ് അവിടെ നിന്ന് നീക്കാനാകില്ല. അത്രയും വലിയ സ്ലാബാണ്. ഇപ്പോൾ നമുക്ക് ആ ഉദ്യോഗസ്ഥർ നിൽക്കുന്നത് ആ സ്ലാബിന് മുകളിലാണ്. ആ സ്ലാബിൻ്റെ സമീപത്തുള്ള ഒരുവിധം എല്ലാം മണ്ണും മാറ്റിക്കഴിഞ്ഞു, മരക്കഷ്ണങ്ങൾ മാറ്റിക്കഴിഞ്ഞു, വീടിൻ്റെ അവശിഷ്ടങ്ങളുടെ ഒട്ടുമിക്ക ഭാഗവും മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും താഴോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതിന് സമീപത്ത് തന്നെ അവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ ആണിപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മണ്ണ് പൂർണ്ണമായും മാറ്റുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഒരൊറ്റ JCB ഉപയോഗിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നത്. പുറകിൽ JCB വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് കടത്തി കൂടുതൽ രക്ഷാപ്രവർത്തനം കൂടുതൽ JCB ഉപയോഗിക്കാനുള്ള പരിമിതികൾ ഈ സ്ഥലത്തുണ്ട്. ഈ സ്ഥലം ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ 4 കെട്ടിടങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു പഴയ 2 നില വീടാണ്. ആ വീടിന് ഉള്ളിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഏകദേശം 15 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരാണ് ഇപ്പോൾ ഇതിന് അടിയിൽപ്പെട്ടിരിക്കുന്നത്. റൂബിൽ, രാഹുൽ, ആലിം മുർഷിദാബാദ് സ്വദേശികളാണ്. ഇത് കൊടകരയിലുള്ള വിശംബരൻ എന്നൊരാളുടെ വീടാണിത്. ആ വീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. പഴകിയ വീടാണ്, വെട്ടുകൾ കൊണ്ട് പണിത വീടാണ്. സ്വാഭാവികമായും നിരന്തരമായ മഴ കൊണ്ടും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ വിഷയങ്ങൾ കൊണ്ട് ഇത് ദുർബലമായിരിക്കുകയായിരുന്നു. ഇതിനുള്ളിലാണ് ഏകദേശം 15-നും 17-നും ഇടയിൽ ആളുകൾ താമസിച്ചിരുന്നത്. ഇപ്പോൾ ആകെ ഒരു ഭാഗം മാത്രമാണ് നീക്കാനുള്ള. നമുക്ക് ആ ദൃശ്യങ്ങൾ പോയാൽ ഇപ്പോൾ ഈ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ആ ഭാഗം കൂടി നീക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ആളുകൾ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാകും. പക്ഷേ അത് ആ വലിയ സ്ലാബാണ് എന്നതാണ് ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം. ആ ഒരൊറ്റ സ്ലാബാണ് വളരെ നിർണായകമായിരിക്കുന്നത്. കാരണം ഈ സമീപത്തുള്ള ഒട്ടുമിക്ക മണ്ണും ഒരു 70% മണ്ണും ഇപ്പോൾ നീക്കി കഴിഞ്ഞിരിക്കുന്നു. കല്ലും മണ്ണും അതുപോലെ തന്നെ മരത്തടികളെല്ലാം, ഈ വീടിൻ്റെ മരക്കഷ്ണങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഈ സൈക്കിളുകൾ ഒക്കെ നേരത്തെ കണ്ടെടുക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ മറ്റൊരു സൈക്കിൾ കൂടി അവിടെ നിന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. വീടിന്റെ ഉൾവശം തന്നെയാണ്, വീടിന്റെ ഹാളിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്, അല്ലേ? അതെ, വീടിൻ്റെ ഉള്ളിലാണ്. വീടിന് പുറത്തേക്ക് ഒന്നും പുറത്തു വന്നിട്ടില്ല. കാരണം ഇത് അവർ നേരത്തെ ഇവിടെ താമസിച്ചിരുന്നവരും ഇതിന് അകപ്പെട്ടവൻ ഒരാളുടെ സഹോദരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്താണ് ഈ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് അപ്പോൾ സ്വാഭാവികമായി വീടിനകത്ത് തന്നെയാണ് മുഴുവൻ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നതും വീടിൻ്റെ പകുതി ഭാഗം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. പകുതി ഭാഗം ആ സ്ട്രക്ചർ അവിടെ നിൽക്കുന്നുണ്ട്. ആ പകുതി ഭാഗത്തെ മണ്ണാണ് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പകുതി ഭാഗത്തേക്ക് തന്നെയാണ് ഇതിൻ്റെ 1ാം നിലയിലുള്ള വലിയ സ്ലാബ് ഇടിഞ്ഞ് താഴോട്ട് പോകുന്നത്. ആ സ്ലാബ് നീക്കം ചെയ്യണമെങ്കിൽ ഈ സമീപത്തുള്ള മണ്ണ് പൂർണ്ണമായും നീക്കി അതിനുശേഷം അപ്പുറത്തുള്ള വലിയ സ്ലാബ് പൊട്ടിച്ച് ആ സ്ലാബ് ഇങ്ങോട്ട് കഷ്ണങ്ങളാക്കി മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ JCB ഉപയോഗിച്ച് ഒരു JCB കൊണ്ട് മാത്രം അത് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് തന്നെ
പ്രധാനമായും ഈ മണ്ണ് ഇവിടെ നിന്ന് പൂർണ്ണമായും മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റ് കാര്യമായ ഉപകരണങ്ങളൊന്നും തന്നെ അവരുടേതായ ഒന്നും കണ്ടെത്തിയിട്ടില്ല, അവരെയും കണ്ടെത്തിയിട്ടില്ല. ഈ സമീപത്ത് അവർ ഉപയോഗിച്ചിരുന്ന സൈക്കിളുകൾ മാത്രമാണ്, പാത്രങ്ങളോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ ഒന്നും കണ്ടെത്തിയിട്ടില്ല. സ്വാഭാവികം ഇവർ മുകളിലാണ് ഒട്ടുമിക്ക ആളുകളും താമസിച്ചിരുന്നതെന്നാണ് നാം നേരത്തെ അവരിൽ നിന്ന് മനസ്സിലാക്കിയ, അവർ പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കിയ കാര്യം. അതിൽ നല്ലൊരു ഭൂരിഭാഗം ആളുകൾ ബിൽഡിംഗ് അവരെ ജീവനോടെ നമുക്ക് തിരികെ കിട്ടട്ടെ. നിർണായകമായ തെരച്ചിലെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു ചെറിയ ഇടവേള കൂടി വേണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പലപ്പോഴും ഇതേപോലുള്ള ഈ പഴയ കെട്ടിടങ്ങളിൽ ഇവരെ താമസിപ്പിക്കുന്ന അവരും മനുഷ്യരല്ലേ, പണിയെടുക്കാൻ വരുന്ന മനുഷ്യരെ കാലികളായിട്ട് കണക്കാക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞുപോയില്ലേ.